അപ്പോൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് സ്പ്രിംഗ് പൊട്ടറ്റോ കേട്ടോ. സ്പ്രിംഗ് പൊട്ടറ്റോ അത് നേരെ എണ്ണയിലിടുക, ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സോസും ഉണ്ട്, മയണൈസും ഉണ്ട്. കഴിച്ചു നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സെറ്റപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം ഞാൻ കുറച്ച് കൊത്തു പൊറോട്ട കഴിച്ചു നോക്കാം. നമ്മുടെ നാട്ടിലെ സെറ്റപ്പിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സെറ്റപ്പിൽ കഴിച്ചിട്ടില്ല. ഓക്കെ, കഴിക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് ഹായ് ഹലോ, ഇതാണ് വ്ളോഗ് ചാൻസ്. പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, എപ്പിസോഡ് വേളാങ്കണ്ണിയിലെ സെക്കൻഡ് എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ടീമുകൾ, അതായത് നമ്മളൊരു റൂം എടുത്തായിരുന്നു. അതിൽ നിന്ന് നമ്മൾ വലിയ റൂമിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ആക്കാം. വലിയ റൂമും കാര്യങ്ങളൊന്നും അല്ല, ഓക്കെയാണ്, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ നമ്മുടെ ഒരു കട്ടിലുണ്ട്, ഇവിടെ ഒരു കട്ടിലുണ്ട്, പിന്നെ ഒരു AC ഉണ്ട്. കൂളിംഗ് ഇല്ല. 16 ലിറ്ററിന് എൻ്റെ ഗ്യാസൊക്കെ തീർന്ന് 14,000 രൂപ കൊടുത്തേക്കുന്ന റൂമാണ്. ഒരു ചെറിയൊരു TVയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു 2-3 ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വലിയ സെറ്റപ്പ് റൂമും കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും നമ്മളിക്ക് വൈകുന്നേരം ഈ ഒരു സമയമായപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്താ പറയുക, ബീച്ചിലോട്ട് പോവാണ്. വേളാങ്കണ്ണി ബീച്ച്. അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ച് ഓക്കെ, ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്തിനും ഒരു ചായ മസ്റ്റാണ്. വൈകുന്നേരമായി കഴിഞ്ഞ് സത്യം പറയാൻ ഭ്രാന്തായി. ഇവിടെ ഒരു ലോക്കൽ കട സെറ്റപ്പാണ്, അത്യാവശ്യം റോഡ് സൈഡിലുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. ചായ വലിയ സംഭവം തോന്നില്ല. നല്ല മധുരമുണ്ടോ? നല്ല മധുരം അല്ലേ? എല്ലാവരും ചായ കുടിക്കണം. കടുപ്പമുണ്ട്. ഇവിടെ അങ്ങനെ പാലും കട്ടിയായിരിക്കും. നല്ല എന്ന് തിരിയാൻ സ്ഥലമില്ല. അതാണ് വേറൊരു കോമഡി. അവിടെ ഒരാളെ പോകുന്നത് ചായ പിടിച്ച് കഴിയട്ടെ. ഓക്കെ, ഇവിടെ എല്ലാം കുറെ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. അതായത് നമ്മുടെ പള്ളിയുടെ സൈഡിൽ തന്നെ ഫുള്ള് തിരക്കാണ്. അതായത് സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ ആണെന്ന് പറയാം. ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ എന്താ വേണോ അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. ബീച്ചിലോട്ട് പോകുന്ന റൂട്ടിലോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ വൈകുന്നേരം 5 മണി ആയിട്ട് പോലും ഒരു ചായക്കടയിൽ പോലും ഭയങ്കര തിരക്കും കാര്യങ്ങളും വരുന്നത്. ഭയങ്കര തിരക്ക്. ചായക്കടയിൽ ഒരു ചായ കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എടുക്കും. അത്രത്തോളം തിരക്കാണ് ഇവിടെ. ചായക്കട ഇട്ടാലും ഭയങ്കരമായിട്ട് ജീവിക്കാം. പക്ഷേ റെന്റ് വരുന്നതിനൊന്നും എനിക്കറിയത്തില്ല. റെന്റിന്റെ കാര്യങ്ങളൊക്കെ എത്ര വരും, സ്ഥലത്തിന് എത്ര റെന്റും കാര്യങ്ങളും വരുമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം നല്ല റഷ് എന്ന് വെച്ചാൽ നല്ല റഷ്. ഇവിടെ എവിടെ നോക്കിയാലും ചായ കുടിക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഫുൾ റഷ്. ഒരു ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കും. എങ്ങനെയുണ്ട് ചായ? അടിപൊളി, സൂപ്പർ. ഒരു സമാധാനം ഉണ്ടല്ലേ? കുടിച്ചെങ്കിൽ അടിപൊളി സംഭവം. രാവിലെ കുടിച്ചത് അത്ര രസമായില്ല. രാവിലെ ഒരു വലിയ സെറ്റപ്പിലുള്ള കടയിലൊക്കെ പോയി കഴിച്ചിട്ട് ചായ കുടിക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് സുഖം കിട്ടിയില്ല. ചൂടില്ലായിരുന്നു, കടുപ്പില്ലായിരുന്നു, ഇപ്പൊ നല്ല സമാധാനമായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല റഷ്. അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് പോകുമ്പോഴെങ്ങാണ്ടാണ് നമ്മുടെ ബീച്ചും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പള്ളിയുടെ ഷേപ്പിൽ എന്തെങ്കിലും ഒക്കെ പണിതിട്ടുണ്ടായിരിക്കും. എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ടോ, ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം കീറി സെറ്റപ്പ് ചെയ്ത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ സാധാരണ മനുഷ്യർ ഇതെല്ലാം ഇങ്ങനെല്ലാം സെയിൽ നടത്തുന്നു. ഇതെല്ലാം എന്തൊക്കെയോ സംഭവങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. പുട്ട്. ചെന്നൈയിലെ ഇതുപോലെ സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരിസ് കോർണർ, അതോടൊപ്പം തന്നെ മാമ്പളം, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഈ പോകുന്ന റൂട്ടിലെല്ലാം ഇതേപോലെ 2 സൈഡിലും കടകളായിരിക്കും. അവിടെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തോരം സാധനങ്ങൾ, മെഴുകുതിരിയൊക്കെ വിൽക്കുന്ന സ്പെഷ്യലൈസ് കടകളുണ്ട്. ഇവിടെ നിന്ന് തന്നെ വെറൈറ്റി മെഴുകുതിരികൾ. ഇതെല്ലാം സത്യം പറഞ്ഞാൽ കാണേണ്ടത്. ഈ സമയത്ത് ഇറങ്ങിയാലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഉച്ച സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കൊടും ചൂടായിരിക്കും. ഒരു കാരണവശാലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇവിടെ 2-3 പട്ടിക്കുട്ടികളെയൊക്കെ വാങ്ങിക്കാണ്ടോ കിടന്ന ആട്ടോ. അതിന്റെ സൈഡിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരമ്മമാര് കച്ചവടം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടാണ്. അതായത് റാഗി പുട്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റാഗി പുട്ടാണ് അവിടെ സെയിൽ ചെയ്യുന്നതാണ്. ഭയങ്കര വ്യത്യസ്തമായ സംഭവം. ഐസ് കാൻഡിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്നാ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ കുൾഫി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് പോകുമ്പോഴേ കുൾഫി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ലൊരു സാധനം ഈ കുൾഫി. പിന്നെ അതുപോലെ തന്നെ പുഡിംഗ് ഉണ്ട്. ഇവരുടെ ഒരു പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഡിംഗ് അടിപൊളിയാണ്, നല്ല രസമായിരിക്കും. ഇതൊരു തുടർച്ചയായിട്ട് അവിടുന്ന് ബാക്കിലോ നിന്ന് ബാക്കിൽ തുടങ്ങുമ്പോൾ മുതലേ കടകളും കാര്യങ്ങളും വരുന്നത്. സംഭവം ഫുള്ള് റഷ് ഉണ്ടാവും. കുനിഞ്ഞിരുന്ന കുമാരനാശാൻ അടിച്ചോണ്ട് പോകുന്ന സംഭവങ്ങൾ സെറ്റപ്പുകളൊക്കെയാണ്. നമ്മൾ ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ 10 മടങ്ങ് ആളുകൾ കൂടുന്ന ഒരു സ്ഥലം, ഫുള്ള് റഷ്. അപ്പൊ ഇതിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി കാണുന്നത് ബീച്ചും കാര്യങ്ങളുമാണ്. ബീച്ചിന് അങ്ങോട്ട് പോയിട്ട് കാണാം.
എന്താ സ്ഥലവും ഇവിടെ ഒരു റൈഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ലോക്കൽ സെറ്റപ്പ് അവനവന്റെ സുരക്ഷയ്ക്ക് അനുസരിച്ച് കയറുക വേണമെങ്കിൽ. എന്താ തിരക്ക്, വൈകുന്നേരം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും പ്രതീക്ഷയില്ല. അവിടെ ഫുള്ള് തിരക്ക്, അങ്ങോട്ട് ഫുള്ള് തിരക്ക് തന്നെ. ആണോ, അങ്ങോട്ട് ആളുകള്, ഇവിടെ ആളുകൾ, ഫുള്ള് ആളുകൾ തന്നെ. അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട്, അവിടെ അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി കളിയാ. നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെ വെള്ളം ഇങ്ങ് എത്തിക്കോളും. ഇതിന്റെ ഇടയ്ക്ക് ഫുള്ള് വെള്ളം. ഒരുപാട് ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ, അല്ലെ? പല ബീച്ചിലും അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. ശക്തമായ തിരമാല അടിക്കുന്നില്ല, ശക്തമായ തിരമാല ഇല്ല. ഫുള്ള് ഒരുമാതിരി എന്താ പറയാ, ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് അല്ലെ? ഇറങ്ങി നിന്ന് കളിക്കാൻ കൊച്ചു പിള്ളേരൊക്കെ നിൽക്കുന്നേ. അങ്ങോട്ട് പോവാ അല്ലെ? ഓട്. എന്റെ മോനെ എന്താ തിരക്ക്, ഫുള്ള് തിരക്ക്. ഇത് ഇങ്ങനെ ഒരു സംഭവം സത്യം പറയാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി ഇത് ഗോവയിൽ മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ ഇറങ്ങി നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും. വലിയ ശക്തമായ തിരമാലയും കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വെള്ളത്തിന്റെ കളർ ഭയങ്കര മോശമാണ്. അവിടെ കിടന്ന് കുളിക്കുന്നതിന്റെ മറിക്കുന്നതിന്റെ ഒക്കെ നല്ല അഴുക്കുണ്ട്. നല്ല അലമ്പി വാരുവാണ് ആൾക്കാര്. എത്ര ആൾക്കാരാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതേപോലെ ആളുകൾ, ഫുള്ള് റഷ് തന്നെ. എന്റെ പോലെ എന്താ തിരക്ക്. നല്ല അഴുക്ക് പിടിച്ച വെള്ളം തന്നെ. അനൂപ് ഇറങ്ങിയിട്ടില്ല, അനൂപിന്റെ കാല ഷൂ അടക്കുന്നത്. അവൻ പുറമോട്ട് മാറിയിരിക്കുകയാണ്. അങ്ങ് സാബുകളിൽ ഒരു കിടില ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാലൊക്കെ നനഞ്ഞ് മേളി വരെ എത്തിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് പോവാം. നല്ല അലമ്പ് പ്രദേശമാണ്. അലമ്പ് പ്രദേശം എന്ന് വെച്ചാൽ അഴുക്കായിട്ട് കിടക്കുക. ജനക്കൂട്ടം കൂടുതലായതുകൊണ്ട് അഴുക്ക്, നല്ല അഴുക്ക്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ സെറ്റപ്പാ അല്ലേ? പിള്ളേർക്കൊക്കെ ഇവിടെ കിടന്ന് തുള്ളി മറിയാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. കൃത്യം അറിയാം. കുറെ റൈഡും കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. നല്ല രസമല്ലേ? കൊച്ചു പിള്ളേർക്കുള്ള സന്തോഷം. അതുപോലെ തന്നെ അവിടെയും കുറെ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേളിലോട്ട് കയറിയിട്ട് നിരങ്ങി വരുന്ന സംഭവങ്ങളും. പിന്നെ ഇതിന്റെ സൈഡിൽ ഫുള്ള്, പാറയുടെ സൈഡിൽ ഫുള്ള് ആളുകൾ ഇങ്ങനെ കാറ്റുകൊള്ളായിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. അടുത്ത കലാപരിപാടികള്, ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തുവാണെങ്കിൽ ക്യാഷ് കൊടുക്കേണ്ടി വരത്തില്ല. ഗ്ലാസ് അത്ര ഇരിക്കുന്നത് എറിഞ്ഞു വീഴ്ത്തുന്നു, അത്ര ഡിസ്റ്റൻസും കാണും. കണ്ടോ, നോക്കാം എന്താ പരിപാടി കണ്ടോ. അത് ജമ്മന്റെ കാലത്ത് കൊള്ളത്തില്ല. ഇവിടെ സൈഡിൽ അടിക്കടിക്ക് പാറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. രക്ഷയില്ലാത്ത പാറയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പായലും കാര്യങ്ങളൊക്കെ പിടിച്ച് അലമ്പായി കിടക്കാണ് കേട്ടോ. ഇതിനകത്ത് സൈഡിൽ ഫുള്ള് പച്ച പായൽ, അടിപൊളി. ഇതിനെ മേലോട്ട് നോക്കിയാൽ ഫുള്ള് പാറ ഇങ്ങനെ അടിക്കടിക്കിട്ടേക്കുന്നത്. പിള്ളേരെ അവിടെ കിടന്ന് മറിയുന്നു. അയ്യോ, ഇറങ്ങാൻ വയ്യാത്തോണ്ടോ, ഇറങ്ങാൻ കൊതിയുണ്ട്. പക്ഷെ ഡ്രസ്സെല്ലാം ആകെ അലമ്പാവും. തിരിച്ച് കുറെ നടക്കാറുണ്ട്. എനിക്ക് അതിൽ വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അത് കാരണം വയ്യാത്തോണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് പാറയുടെ അടുത്തുള്ള വ്യൂ. സൺസെറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അതെന്താണ്? കടൽ ഇവിടെ ആണെങ്കിൽ കടലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സൺസെറ്റ് വരുന്നത്. അതായത് കേട്ടോ, ഏതാ സെറ്റപ്പ്. അയ്യോ, സൺസെറ്റ് അവിടെ ആയിട്ടുണ്ട്. സാധാരണ കടലിനകത്തല്ലേ. നമ്മളിപ്പോ നിൽക്കുന്ന ബീച്ചില് സൺറൈസസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, സൺസെറ്റ് കാണാൻ പറ്റത്തില്ല. നമ്മളെല്ലാ ബീച്ചിലും ചെല്ലുമ്പോൾ അറിയാം, നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബീച്ചിൽ പോകുന്നത്. ആ ഒരു എന്താ പറയാ, ഇറങ്ങി വരുന്നത്, അതായത് കടലോട്ട് ഇറങ്ങി പോകുന്ന ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഈവനിങ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും കേരളത്തിന്റെ ബീച്ചിൽ പോകുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ വേളാങ്കണ്ണി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേ ഓഫ് ബംഗാളാണ്, മറ്റേത് അറബിക്കടലാണ്. അറബിക്കടലിൽ മാത്രമേ ഉള്ളൂ സൺസെറ്റ് കാണാൻ പറ്റത്തുള്ളൂ. ബേ ഓഫ് ബംഗാളി സൺസെറ്റ് കാണാൻ പറ്റത്തില്ല, സൺറൈസസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ ഈ സമയം. ഇപ്പൊ വൈകുന്നേരം എത്ര മണിയായി? 5:45 5:45 പോലും നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം അതുകൊണ്ടാണ്. സൺറൈസസ് നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് കാണാൻ പറ്റത്തുള്ളൂ. സാധാരണ എല്ലാ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? കാരണം എന്താ അറിയോ? ഈ സൂര്യൻ അവിടെ അല്ലേ അസ്തമിക്കുന്നത്. അപ്പൊ ഫ്രെയിമിലോട്ട് വെട്ടം കിട്ടത്തില്ല. നമ്മളെപ്പോഴും കടലിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൂര്യനായതുകൊണ്ട് വെട്ടം അങ്ങോട്ട് അടിക്കും. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നല്ല സൂപ്പർ ഫ്രെയിമിൽ നല്ല കിടിലൻ ഫോട്ടോ കിട്ടി. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും നല്ല കടലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി വൈകുന്നേരത്തെ കുറച്ച് ഫുഡ് ടെസ്റ്റിങ്ങിന് ആള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡൊക്കെ പരിചയപ്പെടുത്തണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ അധികം വെറൈറ്റി ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതാണ് കുറെ പൊരിച്ച മീനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വലിയ ഒരു കാരണവശാലും ആ സാധനം വാങ്ങിച്ചു കഴിച്ചാൽ നമുക്ക് വയറിനത്ര സേഫ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഞണ്ടൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ട്. അതൊരു വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്വന്തമായിട്ട് റിസ്ക് എടുത്തിട്ട് കഴിക്കുന്ന പറ്റുന്നവർക്കൊക്കെ കഴിക്കാം, അല്ലാത്തവർ കഴിക്കത്തില്ല. എനിക്ക് പേടി കേട്ടോ, ഞാൻ 1-2 വട്ടം കഴിച്ചിട്ട് എനിക്ക് പണി കിട്ടിയതാ. അപ്പൊ എന്തായാലും വള്ളമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. വള്ളമൊക്കെ കാണാൻ അങ്ങോട്ട് പോകാം, ആ സൈഡിലോട്ട് പോകാം. ഓക്കെ അങ്ങനെ വള്ളമൊക്കെ അടുപ്പിച്ചിട്ടേക്കുന്നുണ്ട്. ബോട്ട്, ചെറിയ ബോട്ടെന്നല്ലടാ പറയുന്നതിന്, വള്ളം എന്ത് സെറ്റപ്പ് പറയുന്നതിന്, ബോട്ട് അത് തന്നെ. അപ്പോ നല്ല പുല്ലൊക്കെ ഇവിടെ അടുപ്പിച്ച് ഇങ്ങനെ ഉണ്ട്. കുറെ മത്സ്യബന്ധന പോലും മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. കുറെ പേര് മത്സ്യത്തൊഴിലാളികൾ അവിടെ ഉണ്ട്. അപ്പോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അവന് നല്ല ഫ്രെയിമിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അനൂപിന്. എന്താ പറയാ, മേളിക്കട ഒരു പാലമൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്രെയിമാണ് കേട്ടോ, എടുക്കാൻ പറ്റിയ കുറച്ച് ഫ്രെയിമാണ്. എടുക്കാം. എങ്ങോട്ട് അവിടെ നിന്ന് എടുക്കാനാ. അപ്പോൾ സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് സ്പ്രിംഗ് പൊട്ടറ്റോ കേട്ടോ. സ്പ്രിംഗ് പൊട്ടറ്റോ, അതായത്
പുള്ളിക്കാരനാണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത് പലർക്കും അറിയായിരിക്കും. ഇത് നമ്മൾ ഇതിനകത്തോട്ട് എണ്ണയിലോട്ട് ഇടുന്ന ഒരു പരിപാടിയാണ് വരുന്നത് കേട്ടോ. ചിലവർ ബാറ്ററിനകത്ത് മുക്കിയിട്ടിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടേ ഒരു മാവുണ്ട്, ആ മാവിനകത്തോട്ട് മുക്കിയിട്ടാണ് സാധാരണ ഇതിനകത്ത് ഇടുന്നത്. പക്ഷേ അത് കാണുന്നില്ല. രണ്ട് എടാ അനു പോയി വാങ്ങിച്ചോ, വാങ്ങിച്ചോ, 2 വാങ്ങിച്ചോ. അവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഇത് പലർക്കും അറിയായിരിക്കും, എന്നാലും കാണിക്കാം ഒന്നുകൂടെ. ഉണ്ടാ കറങ്ങി വരുന്ന സാധനം. ആമാ ബ്രോ, വാ അങ്ങനെ പിടിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെ കാണാൻ രസമുണ്ട് കേട്ടോ. അത് നേരെ എണ്ണയിലിടുക, ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സോസും ഉണ്ട്, മയണൈസും ഉണ്ട്. കഴിച്ചു പോകും, സൈഡിൽ നിന്ന് കഴിച്ചു പോകും. വരട്ടുന്നുണ്ടോ? മരുന്നില്ല, ആയില്ല. എങ്ങനെയുണ്ട്? ക്രിസ്പി ഒന്നുമില്ല അല്ലേ? ക്രിസ്പി ഒന്നുമില്ല. കഴിച്ചു നോക്കെ കഴിച്ചു നോക്കിയേ. ആയി കാണത്തില്ലായിരിക്കും മൊത്തത്തിൽ ഇല്ലേ? ആയോ ബ്രോ? ഇതൊക്കെ എവളോ ബ്രോ? 2 എവളോ? കൊടുത്തില്ല കൊടുത്താ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ളേ, നമുക്കറിയാം സാധനം എന്തുവാന്ന്. സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചെന്നൈയിൽ അവിടെ വെച്ച് കഴിച്ചിട്ടുള്ളേ, പിന്നെ കഴിച്ചിട്ടില്ല. വലിയ ക്രിസ്പി ഇല്ല, പഴം പോലെ ഇങ്ങനെ പമ്മി പോവാം. കുറച്ചുകൂടെ നേരം ഇരുന്നേരം നല്ല ക്രിസ്പിയാണ്. എന്തായാലും വലിയൊരു സംഭവമൊന്നുമല്ല. ഓക്കെ ഇതിനകത്ത് നമ്മളവിടെ മുക്കിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. ഇത് വെറുതെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. എന്തായാലും കുഴപ്പമില്ല, നോക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ആയി തുടങ്ങി. പോലീസ് എല്ലാവരും തിരിച്ച് ഓടിച്ചു വിട്ടു. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയാണ്. കാരണം കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് തിരമാല കൂടും, ശക്തിയായ പ്രശ്നങ്ങളാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് റഷ് കൂടി എല്ലാവരും തിരിച്ച് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ആൾ ഇതിനകത്തൂടെ വീഡിയോ എടുത്തിട്ട് പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ എന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ രാത്രി ഇപ്പോൾ സമയം എത്രയായി? 9 മണി 10 മണിയായെന്ന് തോന്നില്ലേ? 10 മണിയായി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. സംഭവം ഇന്നത്തെ ആദ്യത്തെ വേളാങ്കണ്ണിയിലെ രാത്രിയും അവസാനത്തെ രാത്രിയും. ഇതിനുശേഷം ഞങ്ങൾ എന്തായാലും നാളെ പോണ്ടിച്ചേരിയിലേക്ക് പോകും. അപ്പൊ എന്തായാലും നാളത്തെ രാത്രി പോണ്ടിച്ചേരി. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ അനൂപിനാണെങ്കിൽ ഇന്ന് ഇവിടുത്തെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടോ അതെല്ലാം കഴിക്കാൻ പറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നാളെ തമിഴ്നാടിൻ്റെ ഒരു കുറച്ച് സ്ഥലമായിട്ടുള്ള പോണ്ടിച്ചേരിയിൽ നമ്മളുണ്ട്. അതുകൊണ്ട് ബാക്കി അവിടെ നിന്ന് തിന്ന് തീർക്കാം. മാക്സിമം പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നല്ല ബണ്ണ് പൊറോട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബണ്ണ് പൊറോട്ട വന്നിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? സൂപ്പർ സാധനം. പിന്നെ കൊത്തു പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. ഇത് മിക്സ്ഡ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതിൻ്റെ കൂടെ പോയാൽ എനിക്ക് തോന്നുന്നു ഇത് നല്ല ഗോബി മഞ്ചൂരിയൻ അല്ലേ? ഗോബി മഞ്ചൂരിയനും നല്ല പൊറോട്ട, ചില്ലി ചിക്കനാ? ഓക്കെ ചിക്കനാടാ, ഞാൻ എടുത്തു നോക്കിയപ്പോൾ എൻ്റെ തെറ്റാ, സോറി. അപ്പോൾ നല്ല ബണ്ണ് പൊറോട്ടയും ചില്ലി ചിക്കനും അല്ലേ? കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട്? അടിപൊളി. ഇത് ആദ്യമായിട്ടാണോ കഴിക്കുന്നത് നിങ്ങളൊക്കെ? തമിഴ്നാട് സ്റ്റൈൽ ആദ്യം കേട്ടോ. സ്റ്റൈലെന്ന് മുന്നിൽ പറയണം. അതെ, അവിടെ കിട്ടത്തില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. താണ്ടി ഇത്രയും വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ. മാഡം ഒരു ചിരി പാസ്സാക്കിയിട്ട് ഓക്കെ. ഇന്ന് ഫുള്ള് ടയർഡായിട്ടിരിക്കും അതിൻ്റെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സെറ്റപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം ഞാൻ കുറച്ച് കൊത്തു പൊറോട്ട കഴിച്ചു നോക്കാം. നമ്മുടെ നാട്ടിലെ സെറ്റപ്പിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സെറ്റപ്പിൽ കഴിച്ചിട്ടില്ല. ഓക്കെ, കഴിക്കട്ടെ. ഇവരുടെ അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലയും പുതിനയിലയും ഇതിനകത്ത് ഇടാതെ പരിപാടിയില്ല. പിന്നെ നമുക്ക് ഇതുകൂടെ കഴിച്ചു നോക്കാം. ചില്ലി ചിക്കനും ബണ്ണ് പൊറോട്ടയും. ഓക്കെ, പത്തിലൊരു 8 മാർക്ക് കൊടുക്കാം, 9 മാർക്കോളം കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഭക്ഷണം നല്ല അടിപൊളി. ഓക്കെ.
അപ്പോൾ ഓക്കെ, ഞങ്ങളെന്തായാലും കിടന്നുറങ്ങട്ടെ. രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കണം. 5 മണിക്ക് വണ്ടി വിടണം. 6 മണിക്ക് ഒരു ട്രെയിനോ ബസ്സോ എന്തോട്ടെന്ന് പറഞ്ഞു കേട്ടു. ഞങ്ങളെന്തായാലും അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ എന്തായാലും താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും കയറി കണ്ടു നോക്കുക. എന്നിട്ട് ഇതിലോട്ട് വന്നാൽ മതി. അപ്പോൾ എന്തായാലും അടുത്ത ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.